ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഐ.ടി സെക്ടറിൽ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ ഐ.ടി ബിസിനസ്സിൽ നിന്നും മാറി പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിലേക്ക് പുതിയ നമ്മുടെ ഐ ടി കമ്പനികൾ ഏറ്റവും വളരെ ഫേമസ് ആണ്. ഈ ഔട്ട്സോഴ്സിങ് വർക്കുകളും മറ്റും ചെയ്യുന്നതിൽ ഏറ്റവും കാര്യമായിട്ടുള്ള കമ്പനികളാണ് നമ്മുടെ TCS, ഇൻഫോസിസ്, എംഫോസിസ്, അങ്ങനെയുള്ള പല കമ്പനികളും. അപ്പോൾ അവരുടെ ബിസിനസ്സുകളിൽ ഒരു മേജർ സ്ട്രക്ചറൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗം. ഈ അടുത്തായിട്ട് ഫോർച്യൂൺ ബിസിനസ് മാഗസീൻസിൻ്റെ ചില ഡോക്യുമെൻറ്റ്സുകളിൽ പറയുകയുണ്ടായി. അതായത് ലോകം ആകെ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റ് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ സർവീസ് മാർക്കറ്റിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 2025 $400 ബില്യൺ മാർക്കറ്റാണ് ഈ ഒരു AI ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏകദേശം $1.8 ട്രില്യൺ ആയിട്ട് 2030 വർദ്ധിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇത് കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതൽ സ്ഥാപനങ്ങളും ബിസിനസ് ഓർഗനൈസേഷനും കോർപ്പറേറ്റ്സും ഒക്കെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നു, അവരുടെ ബിസിനസ്സിൽ AIയുടെ ഉപയോഗം കൂട്ടുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സോ AI, മെഷീൻ ലേണിങ്സും അതുപോലെ തന്നെ എല്ലാ രംഗത്തും വരുന്നതോടുകൂടി ഒരു ബ്രോഡർ ടെക്നോളജി ഇക്കോസിസ്റ്റം തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഈ ഒരു മേഖലയിൽ വലിയ രീതിയിൽ കമ്പനികൾക്ക് ഓർഡറുകളും മറ്റും കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ടും സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള പല മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും മാറി, അതായത് ഈ സിമ്പിൾ കോഡിംഗ്, സർവീസ് പ്രൊവൈഡിങ് അങ്ങനെയുള്ള ഒരു മേഖലകളിൽ നിന്ന് മാറി IT കമ്പനികൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ നിർബന്ധിതരാകും. അതിനുള്ള ട്രെയിനിങ്ങും മറ്റുമൊക്കെ തന്നെ ഓൾറെഡി നമ്മുടെ TCS അടക്കമുള്ള കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യൻ കമ്പനികളെ ഒരിക്കലും നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വളർന്നു വന്ന പാരമ്പര്യമാണ് ഇന്ത്യൻ കമ്പനികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് ചെറുക്ക് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള അടുത്ത് തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ഏറ്റവും കയറി വരാൻ പോകുന്നത് ഇന്ത്യൻ IT കമ്പനികൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് ഇൻഫോസിസ് ഇപ്പോൾ ആന്ത്രോപ്പിയുമായിട്ട് ഓൾറെഡി ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. TCS ഓൾറെഡി ബഡ്ജറ്റിൻ്റെ വലിയൊരു ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പ് കമ്പനികളായാലും ഇന്ത്യൻ മേജർ IT കമ്പനികളായ ഇൻഫോസിസും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡോപ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. സോ അതേസമയം ആസ് എൻ ഇൻവെസ്റ്റർ നമ്മളെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ സ്റ്റോക്കുകൾ വാങ്ങി വെക്കാം. അതേസമയം ഇതേപോലുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള തീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിലും നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗമായി മാറാം. കാരണം ഒരു ബിസിനസ് ഏറ്റവും ഗ്രോത്ത് സ്റ്റേജിൽ അല്ലെങ്കിൽ അതിൻ്റെ പീക്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ തുടക്കം. നമുക്കറിയാം, ഈ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, IT സെക്ടറിൽ ആ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി മാറാൻ നമുക്ക് ആദ്യമേ പറ്റുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഓപ്പർച്യൂണിറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പാസ്റ്റ് ബിസിനസ്. ഇപ്പോൾ ഡിഫൻസിൻ്റെ ഒക്കെ തന്നെ 3 വർഷം മുമ്പ് ഡിഫൻസ് കമ്പനികൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ ആ ഒരു ബൂം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബൂം ട്രാക്ക് ചെയ്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. സോ ഇപ്പോൾ AI അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് തുടരുകയാണ്. സോ AI റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ അതിൽ നിങ്ങൾക്ക് TCSോ ഇൻഫോസിസോ അങ്ങനെയുള്ള കമ്പനികളിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്കുകൾ വാങ്ങി സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഭാഗമായി മാറാം എന്നുള്ളതാണ്. സോ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2-3 മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇതിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷറുള്ള, അതേ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ എക്സ്പോഷറുള്ള 3 മ്യൂച്വൽ ഫണ്ടുകളാണ്. സോ എപ്പോഴും ആലോചിക്കുക, മ്യൂച്വൽ ഫണ്ടുകളായാലും സ്റ്റോക്കുകളായാലും ഒക്കെ തന്നെ ഓഹരി നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. മാർക്കറ്റിലുള്ള വ്യതിയാനങ്ങൾ, ഫ്ലക്ച്വേഷൻസ് ഒക്കെ തന്നെ സ്റ്റോക്കിനെയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെയും ഒക്കെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ 3 ഫണ്ടുകളാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഞങ്ങൾ അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫണ്ടുകളിൽ ആദ്യത്തേത് മോത്തിലാൽ ഒസ്വാളിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടാണ്.
ഈ ഫണ്ട് 2024 നവംബറിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ എൻഡഡ് തീമാറ്റിക് ഫണ്ടാണ്, അതായത് ഒരു തീം ബേസ്ഡിൽ ഓപ്പൺ ചെയ്തൊരു ഫണ്ടാണ്. IT ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന തീമാണിത്. സോ IT സ്റ്റോക്കുകളിലാണ് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഒരു തീമാറ്റിക് ഫണ്ട് ആകുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ MC റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 80% അതിൻ്റെ അസറ്റുകളും അതിൻ്റെ പണവും അത് IT സെക്ടറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഏത് സെക്ടർ സ്റ്റോക്കാണോ തീമാറ്റിക് സ്റ്റോക്കാണോ ആ തീമിൽ തന്നെയാണ് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടത്. സോ അവർ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതലും ഇക്വിറ്റിയും കമ്പനികളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ ടെക്നോളജി സെക്ടറുകളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, മീഡിയ, ഇൻ്റർനെറ്റ്, ഇ-കോമേഴ്സ് എല്ലാ രംഗത്തും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഫണ്ടിൻ്റെ ക്യാപിറ്റലൈസേഷൻ ഡിജിറ്റൽ ഇന്ത്യ എക്കോണമിയാണ്. ഏകദേശം ഒരു 1 ട്രില്യൺ ബൈ 2030 എന്നുള്ളതാണ് അവരുടെ കണക്കുകൾ. ഇപ്പോൾ US-ൽ 175 ബില്യണാണ് 2025 1 ട്രില്യണാണ് 2030 കൂടി അവർ എൻ്റർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ്, ഈ ഒരു ഫണ്ടിൻ്റെ ബേസ്. 2026 ജനുവരി 31 കണക്കനുസരിച്ച് ഈ ഫണ്ടിന് 8.46 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണുള്ളത്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.90% ആണ്. അതായത് ഈ സ്കീമിൻ്റെ അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 94.35% ഇവരുടെ അലോക്കേറ്റ് ചെയ്തിട്ടാണുള്ളത്. 5.65% ക്യാഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് അതുപോലെ തന്നെ 62.64% സ്മോൾ ക്യാപ്പ് IT സ്റ്റോക്കുകളിലാണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് 35.25% നിക്ഷേപിച്ചിരിക്കുന്നത് മിഡ് ക്യാപ്പിലാണ്. മാർജിനൽ ലൊക്കേഷൻ മാത്രമാണ് ലാർജസ്റ്റ് ക്യാപ്പിലുള്ളത്, അതായത് 2.11% മാത്രമാണ് ലാർജ് ക്യാപ്പിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിയാണ്, ഏകദേശം ടെക്നോളജി IT റിലേറ്റഡ് സ്റ്റോക്കുകളാണ് 68.44% ശതമാനവും ഫണ്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതിൽ പുറമെ ഇൻഡസ്ട്രിയൽസിൽ 9.53%, ഫൈനാൻഷ്യൽസിൽ 7.63%, കൺസ്യൂമർ ഡിസ്ക്രിഷണറിയിൽ 5.39%, എനർജി മറ്റു യൂട്ടിലിറ്റീസ് സർവീസുകളിലൊക്കെ ആയിട്ട് 3.35%. ഫണ്ടിൽ ഏകദേശം 26 കമ്പനികളാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതിൽ 10 സ്റ്റോക്ക് മാത്രം ഏകദേശം 54%, അതായത് പകുതിയിലധികവും ഫണ്ടിൻ്റെ ഹോൾഡിംഗ് ഏകദേശം 10 സ്റ്റോക്കിലാണെന്ന് അർത്ഥം. അതിൽ ബിർള സോഫ്റ്റിലാണ് ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത് 7.07%. അതിനുശേഷം കൊഫോർജ് ഉണ്ട്, കൊഫോർജിൽ 6.88%, സെൻസാ ടെക്നോളജി 6.08%, ഹെക്സാവേ ടെക്നോളജി 6.06%, സൊനാറ്റോ സോഫ്റ്റ്വെയർ 5.87%. ഇത്രയും കമ്പനികളിലാണ് ഹെവി വെയിറ്റ് ആയിട്ടുള്ളത്. അതിന് പുറമെ 3.44% ഇവർ നെറ്റ്വർക്ക് ടെക്നോളജീസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ 3.07%, റേറ്റ് ഗെയിൻ ട്രാവൽസിൽ 2.76%, അതുപോലെ തന്നെ സെൻസാ ടെക്കിൽ 6.07%. ഇതാണ് ഈ കമ്പനിയുടെ ഹോൾഡിംഗ്സ് ഉള്ളത്. സ്കീമിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് 34.88 ആണ്. നിഫ്റ്റിയുടെ ഐറ്റിയുടെ പ്രീമിയം 23.22 ആണ്, അതിന് മുകളിലാണ് വരുന്നത്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ ഏകദേശം 0.93 ആണ്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ കുറയുക എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് ഒരു സ്റ്റോക്കും ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയും സെല്ലും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അവർ കൂടുതൽ കാലം വാങ്ങി വെച്ചത് കൂടുതൽ കാലം ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഗെയിൻ മാക്സിമം എൻജോയ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. സോ പോർട്ട്ഫോളിയോ നിരന്തരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടല്ല എന്നാണ് ഈ ഒരു പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. അടുത്തത് UTIയുടെ ഇന്നോവേഷൻ ഫണ്ടാണ്. ഈ ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2023 ഒക്ടോബറിലാണ്. ഇതൊരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീമാണ്. ഈ സ്കീമിൽ പൈസ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യലോട് കൂടിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഈ ഫണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഗ്രോത്ത് പാരാമീറ്റേഴ്സും റിസ്ക് അസസ്മെൻറ്റും ഒക്കെ നടത്തിയതിന് ശേഷമാണ് UTI ഇങ്ങനൊരു ഫണ്ട് ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നത്. UTIയുടെ ഈ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഒരു ഇന്നോവേഷൻ ഡ്രിവൺ ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെയാണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ജനുവരി 31, 2026 പ്രകാരം നോക്കുകയാണെങ്കിൽ 7.53 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് ഈ ഒരു ഫണ്ടിനുള്ളത്. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.93% ആണ് വർഷത്തിൽ. അതുപോലെ സ്കീമിൻ്റെ അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 95.76% കമ്പനി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 4.22% ഇതിൻ്റെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയിട്ടുള്ളത്, അതായത് ക്യാഷ് ആയിട്ട്. ഇതിൽ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെൻസിലും 0.02% അവർ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നു. പോർട്ട്ഫോളിയോ ഡോമിനേറ്റ് ചെയ്തിരുന്നത് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ്. അതിൽ 59.17% ഹോൾഡിങ്സും സ്മോൾ ക്യാപ്പ് IT കമ്പനികളിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സുകളിലാണ് പോയിട്ടുള്ളത്.
മിഡ് ക്യാപ്പിൽ ഏകദേശം 31.43% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ 9.4% ഫണ്ടുകളാണ് ഫണ്ടാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ തന്നെയാണ് 41.37% ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽസിലാണ് 34.15%, കൺസ്യൂമർ ഡിസ്ക്രിഷണറിയിൽ 8.06% ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഫൈനാൻഷ്യൽസിൽ 5.1%, മെറ്റീരിയൽസിൽ 2.9% ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ 28 സ്റ്റോക്കുകളാണ് ഈ ഫണ്ടിൽ കമ്പനി ഹോൾഡ് ചെയ്യുന്നത്, ഈ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഹോൾഡ് ചെയ്യുന്നത്. അതിന് 10 സ്റ്റോക്കുകളിലായിട്ട് ഏകദേശം 54.52% ഹോൾഡിങ്സും 10 സ്റ്റോക്കുകളിലായിട്ടാണുള്ളത്. ഇതിൽ എറ്റേണൽ നമ്മുടെ സൊമാറ്റോയിലാണ് ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് എന്ന് പറയുന്നത്. 9% വെയിറ്റേജ് സൊമാറ്റോയിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഇൻഫോ എഡ്ജ് 8.88%, AFFLE എന്നാണ് കമ്പനിയുടെ പേര്, FL3i അതിൽ 5.68%, പേടിഎമ്മിലാണ് 5.41%, അതുപോലെ PB ഫിൻടെക് അതിലാണ് 5.1% ഫണ്ടും കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി AI സ്റ്റോക്കുകൾ 5.67% ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടിൻ്റെ ടോട്ടൽ ഫണ്ടിൻ്റെ 5.67% AI റിലേറ്റഡ് സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വരുന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡ് വരുന്നുണ്ട് 1.25%, അതുപോലെ തന്നെ റേറ്റ് ഗെയിൻ ടെക്നോളജീസ് 3.42%. ഈ സ്കീമിൻ്റെ PE എന്ന് പറയുന്നത് 53.88 ആണ്. നിഫ്റ്റിയുടെ പ്രീമിയം 23.6 വളരെ ഉയരത്തിലാണ് ഇതിൻ്റെ പ്രീമിയം ഉള്ളത്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ ഏകദേശം 0.21% ഉള്ളൂ, വളരെ സ്ട്രോങ് ആണ്. അതായത് ഏത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് വളരെ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ സാധ്യതയായിട്ടാണ് ഇവർ കാണുന്നത്. സോ ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി ആയിരിക്കും ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്കോ ഇന്ത്യ ടെക്നോളജി ഫണ്ടാണ്. ഇൻവെസ്കോ ഇന്ത്യ ടെക്നോളജി ഫണ്ട് 2026 ജാനുവരിയിൽ കഴിഞ്ഞ മാസമാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതൊരു ഓപ്പൺ എൻഡഡ് തീമാറ്റിക് ഇക്വിറ്റി സ്കീമാണ്. IT സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീമാറ്റിക് ഫണ്ട് ആയതുകൊണ്ട് തന്നെ 80%-ലധികം ഇവർ ഈ ഒരു IT സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്കുകളിലും ഓട്ടോമേഷൻ, റോബോട്ടിക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയുള്ള പല കമ്പനികളിലുമാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജനുവരി 31, 2026 അവസാനിച്ച ദിവസങ്ങൾ കണക്ക് നോക്കുന്ന സമയത്ത് 3.16 ബില്യൺ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് ഈ ഫണ്ടിനുള്ളത്. എക്സ്പെൻസ് റേഷ്യോ 2.39%. ഇത് മറ്റ് 2 ഫണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ്, പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ കുറേ കൂടുതലാണ്. ജനുവരി 31 അനുസരിച്ച് കണക്കാണിത്. ഈ അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 99.41% ഇക്വിറ്റി അലോക്കേഷനാണ്. 0.59% മാത്രമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഉള്ളത്. ഇതിൽ തന്നെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് 29.99% അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മിഡ് ക്യാപ്പിലാണ് 55.64% വന്നിരിക്കുന്നത്. സ്മോൾ ക്യാപ്പിൽ 14.37% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി സ്റ്റോക്കുകളിലാണ് 63% ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൺസ്യൂമർ ഡിസ്ക്രിഷണറിയിലെ 10%, ഫൈനാൻഷ്യൽസിൽ 14.71%, ഇൻഡസ്ട്രിയൽസിലെ 6.59%, ഹെൽത്ത് കെയർ സെഗ്മെന്റിലെ 2.48% ഹോൾഡ് ചെയ്തിരിക്കുന്നത്. 25 സ്റ്റോക്കുകളാണ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത്. അതിൽ 10 സ്റ്റോക്കുകളിലാണ് ഏകദേശം 64% ഹോൾഡിങ്സ് ഉള്ളത്. അതായത് മൊത്തം ആ സ്കീമിൽ 25 സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. അതിൽ 10 സ്റ്റോക്കുകളിൽ ഇവർ 64%, ഏകദേശം ഓൾമോസ്റ്റ് 65% 10 സ്റ്റോക്കുകളിലാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ആണ് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത്, 11.95% ഓഹരികൾ. അതുപോലെ തന്നെ ഭാരതി എയർടെല്ലിലാണ് 7.99% ഓഹരികൾ. പെർസിസ്റ്റൻസ് സിസ്റ്റത്തിലാണ് 7.3% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. MCXലാണ് 6.99%, കൊഫോർജിൽ 6.3%. പിന്നെ AI സ്റ്റോക്കുകളിലെ റേഷ്യോ 0.94% ആണ്. FL3i, ന്യൂവെബ് ടെക്നോളജി, നെറ്റ്വർക്ക് ടെക്നോളജി, അതുപോലെ തന്നെ പെർസിസ്റ്റൻസ് സിസ്റ്റം. നെറ്റ്വർക്ക് ടെക്നോളജിയിൽ 2.6%, പെർസിസ്റ്റൻസ് സിസ്റ്റത്തിൽ 7.3% ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 16 അവസാനിച്ച ആഴ്ചയിൽ സ്കീമിൻ്റെ പ്രൈസ് ടു ഏർണിങ്സ് 40.77 ആണ്. നിഫ്റ്റിയുടെ പ്രീമിയം IT പ്രീമിയം വെറും 23.2 ആണ്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ 0.24%, അതായത് ലോങ് ടേമിലേക്ക് തന്നെ ഹോൾഡ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് അവർ ഷിഫ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. സോ ഈ 3 ഫണ്ടുകളാണ്. ഇതിൽ 3 തീമാറ്റിക് ഫണ്ടുകളുണ്ട്. തീമാറ്റിക് ഫണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത്
ആ ഒരു പെർട്ടിക്കുലർ തീമിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഫണ്ടിലെ വേരിയേഷൻ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ തീമിലായിരിക്കും. ഇപ്പോൾ സപ്പോസ് IT തന്നെ, IT-യിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ തീമാറ്റിക് ഫണ്ടുകളുടെ വിലയിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു തീം അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഒരു കമ്പനിയോ 2 കമ്പനിയോ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ ബെസ്റ്റ് ആ ഒരു തീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡിഫൻസ് സെക്ടറിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനി HAL-ഓ BAL-ഓ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ ഒരു ഡിഫൻസ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഡിഫൻസ് തീമാറ്റിക് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിട്ടേൺ നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു കമ്പനി പെർഫോം ചെയ്തില്ല എങ്കിലും മറ്റൊരു കമ്പനി അതിനെ ഓഫ്സെറ്റ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആവറേജ് നെറ്റ് NAV കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ ഇതൊരു സജഷനാണ്. ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കുറിച്ച് വല്ലപ്പോഴും ചോദിക്കാറുണ്ട്, മ്യൂച്വൽ ഫണ്ടുകൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു തീമാറ്റിക് ഫണ്ടാണ്. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സുമായിട്ട് കൂടി കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അഗ്രസീവായിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ വരുന്ന സമയത്തൊക്കെ, പക്ഷേ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അവിടെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉള്ള മാർക്കറ്റിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊരു സജഷനാക്കി എടുക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.